പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ഓഫർ ചെയ്ത സാഹചര്യത്തിൽ ആവശ്യമായ പ്രോഫിറ്റ് ഇല്ലാത്ത വർഷങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടുകളെല്ലാം തയ്യാറാക്കി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വഴി പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കഴിഞ്ഞ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ചില മിസ്റ്റേക്സുകൾ, എറേഴ്സ് കണ്ടെത്തിക്കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടാവാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ലോൺ, പാർട്ട്നേഴ്സിൻ്റെ സാലറി, കമ്മീഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചിലത് വിട്ടുപോയി കഴിഞ്ഞാൽ, അതിൻ്റെ എൻട്രി നടത്താൻ നമ്മളതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഈ എററിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സംടൈംസ് എ ഫ്യൂ ഒമിഷൻസ് ഓർ എറേഴ്സ് ഇൻ ദ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ഫൗണ്ട് ആഫ്റ്റർ ദ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ് and the profits distributed among the partners. The omission may be in respect of interest on capitals, interest on drawings, interest on partners loan, partners salary, partners commission or outstanding expenses. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒമിഷൻസ്, വിട്ടുപോകലുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിനെ റെക്ടിഫൈ ചെയ്യാൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടി കഴിയും. ഒന്ന്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ മറ്റേ അക്കൗണ്ടുകളൊന്നും ഓപ്പൺ ചെയ്യാതെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഈ എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യാൻ കഴിയും. മറ്റൊരു രീതിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡയറക്റ്റ്ലി ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. നമ്മൾ ഈ വിട്ടുപോയ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് കാൽക്കുലേറ്റ് ചെയ്ത് ഈ വിട്ടുപോവലുകളുടെ, ഈ മിസ്റ്റേക്കുകളുടെ ഒരു നെറ്റ് എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഡയറക്റ്റ്ലി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. ചില പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ടാവും, അതായത് ആഡ് ചെയ്യേണ്ടി വരും. ചിലരുടേത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ചെയ്യാനുണ്ടാവും, അഥവാ ഡെബിറ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആ കാൽക്കുലേഷൻസിൻ്റെ ഒരു നെറ്റ് എഫക്റ്റ് എത്ര രൂപ കൂട്ടിച്ചേർക്കണം, എത്ര രൂപ അല്ലെങ്കിൽ മൈനസ് ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് വേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജേണൽ എൻട്രി പാസ്സാക്കുക, അഥവാ റെക്ടിഫയിങ് എൻട്രി പാസ്സാക്കുക. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. നമുക്കിത് ഒന്ന് രണ്ട് എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കിതൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. Ramesh and Sahir are equal partners. Their capitals on April 1st, 2000. Their capitals as on April 1st, 2015 were rupees 50,000 and 1 lakh respectively. After the accounts for the financial year ending March 31st, 2016 have been prepared, it is discovered that interest at the rate of 6% per annum as provided in the partnership deed has not been credited to partners capital accounts before distribution of profit. റമീസും സഹീറും രണ്ട് പാർട്ട്നേഴ്സാണ്. ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് 50,000 ആൻഡ് 1 lakh. ഇവരുടെ 2016 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ ഫൈനൽ അക്കൗണ്ട്സ് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി.
നമ്മൾ എങ്ങനെയാണ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? രണ്ട് മിസ്റ്റേക്കുകളാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർ നോട്ട് ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവരുടെ ക്യാപിറ്റൽ റമീസിൻ്റെ 50,000 രൂപയും സഹീറിൻ്റെ 1 ലക്ഷമാണ്. ഇവിടെ ഇവരുടെ ഈ ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയി. അപ്പോൾ ആദ്യം നമുക്ക് ആ ഇൻട്രസ്റ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. റമീസിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത് 50,000 ഇൻറ്റു 6/100. നമ്മുടെ 6% ആണ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് 6/100 ഈക്വൽ ടു 3,000. ഇനി സഹീറിൻ്റെ കേസിൽ ഇയാളുടെ ക്യാപിറ്റൽ 1 ലക്ഷമാണ്. 1 ലക്ഷം ഇൻറ്റു 6/100 ഈക്വൽ ടു 6,000. ദെൻ ഇനി ഇവിടെ രണ്ടാമതൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, ബൈ ദിസ് ഒമിഷൻ wrong amount of profit has been distributed among the partners. നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒമിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് അല്ലാത്ത പ്രോഫിറ്റാണ് ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അഥവാ 9,000 രൂപയാണ് ഡിവൈഡ് ചെയ്തത്. അഥവാ ഇവരുടെ ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഈ 9,000 രൂപ 4,500 റമീസിനും 4,500 സഹീറിനും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ 2 എറേഴ്സാണ് സംഭവിച്ചത്. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തില്ല. 2, അത് കൊടുക്കാത്തത് കൊണ്ട് തെറ്റായ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത്. നമുക്കിത് എങ്ങനെയാണ് നമ്മൾ തിരുത്തുന്നത് നോക്കാം. ദിസ് എറേഴ്സ് ക്യാൻ ബി റെക്ടിഫൈഡ് എനി ഓഫ് ദ ഫോളോയിങ് വേസ്. ഒന്ന്, അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് നമ്മൾ കൊടുക്കുന്ന ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 9,000 രൂപ, ടു സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 6,000. അഥവാ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്. റമീസിന് 3,000ഉം സഹീറിന് 6,000. ദെൻ ഇതിൽ രണ്ടാമത്തെ എൻട്രി കൂടി വരും, ലോസ് ഓൺ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വഴി ഈ അക്കൗണ്ടിൽ ഉണ്ടായിട്ടുള്ള ലോസ് എന്ത് ചെയ്യണം? നമ്മൾ അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ലോസ് ഓൺ അഡ്ജസ്റ്റ്മെൻറ്റ്, റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 4,500, സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 4,500, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 9,000. ഇങ്ങനെ 2 എൻട്രിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എറർ നമുക്ക് തിരുത്താൻ പറ്റും. then ഇനി രണ്ടാമത്തെ മെത്തേഡാണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് എഫക്റ്റ് ഓഫ് ഒമിഷൻസ് ക്രിയേറ്റ് ചെയ്യണം. എന്താണ്? എ സ്റ്റേറ്റ്മെൻറ്റ് ടു അസർട്ടൈൻ ദ നെറ്റ് എഫക്റ്റ് ഓഫ് ഒമിഷൻ ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് വിൽ ബി വർക്ക്ഡ് ഔട്ട് ആൻഡ് ദെൻ ദ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ക്യാൻ ബി റെക്കോർഡഡ്. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മളൊരു ഈ ഒമിഷൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷം ആ ഒരു മിസ്റ്റേക്ക് തിരുത്താനുള്ള ഒരു റെക്ടിഫയിങ് എൻട്രി പാസ് ചെയ്യാം. ആദ്യം നമ്മളിതിന് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് എഫക്റ്റ് ഓഫ് ഒമിഷൻസ് ഡീറ്റെയിൽസ് ഇവിടെ എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ്. എത്രയാണ് റമീസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, 3,000 റുപ്പീസാണ്. സഹീറിന് 6,000 റുപ്പീസും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നു. അതാണ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ എമൗണ്ട് ആക്ച്വലി ക്രെഡിറ്റഡ് ആസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 9,000 രൂപ ഈക്വലി ഷെയർ ചെയ്തു. അഥവാ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട എമൗണ്ട് 9,000 രൂപ ഇവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഈക്വലായിട്ട് ഷെയർ ചെയ്തു. 4,500, 4,500. ദെൻ നെറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റിക്വയർഡ്. ഇതിലെന്താണ് ആവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റ്? നമ്മൾ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ് 3,000 രൂപയാണ് റമീസിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം അത് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് 4,500 രൂപ ക്രെഡിറ്റ് ചെയ്തു. അഥവാ 3,000 രൂപ കിട്ടേണ്ട റമീസിന് 4,500 രൂപ കിട്ടി. ദാറ്റ് മീൻസ് 1,500 രൂപ അധികം വന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ നെറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. എന്ത് ചെയ്യണം? റമീസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 1,500 രൂപ ഡെബിറ്റ് ചെയ്യണം. 4,500 രൂപ ക്രെഡിറ്റ് ചെയ്തു. 3,000 രൂപയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അഥവാ 1,500 രൂപ അധികമായിട്ട് ക്രെഡിറ്റ് ചെയ്തു. അത് ആ 1,500 രൂപ നമ്മൾ കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? റമീസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 1,500 രൂപ ഡെബിറ്റ് ചെയ്യാം.
ദെൻ ഇനി സഹീറിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ് എത്രയാണ്? 6000 രൂപയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? 4500 രൂപ ക്രെഡിറ്റ് കൊടുത്തു. അഥവാ സഹീറിന് 4500 കിട്ടിയിട്ടുള്ളൂ നിലവിൽ. പക്ഷെ എത്ര കിട്ടേണ്ടതായിരുന്നു? 6000 രൂപ കിട്ടേണ്ടതായിരുന്നു. അതുകൊണ്ട് നെറ്റ് എഫക്റ്റ് ഇയാൾക്ക് 1500 രൂപ കൂടി സഹീറിന് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അഥവാ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സഹീറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 1500 രൂപ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ റമീസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, സഹീറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം 1500 രൂപ വീതം. ഇവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ജേണൽ എൻട്രി ഏതാണെന്ന് നോക്കാം. റമീസിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുക. റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 1500 രൂപ ടു സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1500 രൂപ. നരേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ റോങ് അലോക്കേഷൻ ഓഫ് പ്രോഫിറ്റ്. ദെൻ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം വിത്ത് ക്യാപിറ്റൽസ് ഓഫ് 1,80,000 and 60,000 respectively. The net profit for the year ended 31st March 2020 was rupees 60,000 and the same was distributed among the partners in their profit sharing ratio of 3:1:1. അപ്പോൾ 3 പാർട്ട്നേഴ്സാണ് എ, ബി, സി. അവരുടെ ക്യാപിറ്റൽ ബാലൻസ് 1,80,000 ആൻഡ് 60,000. ഈ ഫേമിൻ്റെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ആ വർഷത്തെ പ്രോഫിറ്റ് 60,000 ആണ്. ഈ 60,000 പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്തു. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1:1. പിന്നീടാണ് ഇവർ നോട്ട് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 5% per annum. ഈ പാർട്ട്നേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എയുടെ കയ്യിൽ നിന്ന് 700 രൂപ, ബിയിൽ നിന്ന് 500 രൂപ, സിയിൽ നിന്ന് 300 രൂപ നമ്മൾ കളക്ട് ചെയ്ത് അക്കൗണ്ട് ചെയ്തിട്ടില്ല, അഥവാ സ്ഥാപനം കളക്ട് ചെയ്തിട്ടില്ല. ദെൻ പാർട്ട്നേഴ്സ് സാലറി എ 1000, ബി 1,500 per annum. സാലറി എയുടെയും ബിയുടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ദ നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. ആദ്യം നമ്മളോട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി അഥവാ റെക്ടിഫയിങ് എൻട്രി പാസ് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഇതാണ് 60,000 രൂപ. 60,000 രൂപ മുഴുവനായിട്ട് 3:1:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ഒമിഷൻസ് കണ്ടെത്തിയത്. അപ്പോൾ ഈ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് നോക്കാം. 60,000 നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൈനസ് സാലറി ടു പാർട്ട്നേഴ്സ്. അതാണ് ബാക്കി ഡിവൈഡ് ചെയ്യാനുള്ള പ്രോഫിറ്റ് യഥാർത്ഥത്തിൽ. അപ്പോൾ 60,000 പ്രോഫിറ്റ് പ്ലസ് 1,500 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, 700 പ്ലസ് 500 പ്ലസ് 300 1,500 മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12,000. എവിടുന്ന 12,000 കിട്ടിയത് നോക്കുക. എക്ക് 5,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബിക്ക് 4,000 ആണ്, സിക്ക് 3,000 ആണ്. എങ്ങനെ കിട്ടിയത്? എയുടെ ക്യാപിറ്റൽ ബാലൻസ് 1 lakh ഇൻറ്റു 5% 5,000. ബിയുടെ 80,000 ഇൻറ്റു 5% 4,000. സിയുടെ ക്യാപിറ്റൽ ബാലൻസ് 60,000 ൻ്റെ 5% 3,000. അങ്ങനെയാണ് ടോട്ടൽ 5,000 പ്ലസ് 4,000 പ്ലസ് 3,000 ഈക്വൽ ടു 12,000 മൈനസ് സാലറി ടു പാർട്ട്നേഴ്സ് 1,000 പ്ലസ് 1,500 ഈക്വൽ ടു ബാലൻസ് അവൈലബിൾ പ്രോഫിറ്റ് 47,000 ആണ്. ദെൻ നമുക്കിതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് എഫക്റ്റ് ഓഫ് ഒമിഷൻസ് ആണ് അടുത്തതായി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കാം. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ്, വിട്ടുപോയ സംഭവങ്ങളാണ് എഴുതുന്നത്. എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000 ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നു, ബിക്ക് 4,000 ക്രെഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, സിയുടേത് വിട്ടുപോയത് 3,000 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ഇനി എന്താ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ഡെബിറ്റഡ്. ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ആയിരുന്നു. എ 700 ഡെബിറ്റ്, ബി 500, സി 300.
ദെൻ നെക്സ്റ്റ് എന്താ, പാർട്ട്നേഴ്സ് സാലറി. പാർട്ട്നേഴ്സ് സാലറി ടു ബി ക്രെഡിറ്റഡ് എ 1000, ബി 1500, ദെൻ സി നിൽ, സിക്കൊന്നുമില്ല. ദെൻ ആക്ച്വൽ പ്രോഫിറ്റ് ടു ബി ക്രെഡിറ്റഡ്. ഇനി ഈ ഇത്രയും അപ്രോപ്രിയേഷന് ശേഷമുള്ള യഥാർത്ഥ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്, യഥാർത്ഥ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, 47,000 ആണ് ബാക്കിയുള്ള പ്രോഫിറ്റ്. അത് 3:1:1 എന്ന റേഷ്യോയിൽ ചെയ്യുമ്പോൾ 28,200 രൂപ എക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നു. ബിക്ക് 9,400 രൂപ, 47,000 ഇൻറ്റു 1/5. ദെൻ സിക്കും അതേപോലെ 9,400 രൂപ. ഇനി നമ്മളിവിടെ എഴുതേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത്രയും ഐറ്റംസ് ക്രെഡിറ്റ് ചെയ്യാനുണ്ട് ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ നെറ്റ് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് എത്രയാണെന്ന് നോക്കാം. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? 28,200 പ്ലസ് 1000 പ്ലസ് 5000 മൈനസ് 700 ഈക്വൽ ടു 33,500 രൂപ എക്ക് ക്രെഡിറ്റ് കൊടുക്കണം. ദെൻ ബിയുടെ കേസ് വരുമ്പോൾ 9,400 പ്ലസ് 4,000 മൈനസ് 500 മൈനസ് 1,500 ഈക്വൽ ടു 14,400 നെറ്റ് എമൗണ്ട് ക്രെഡിറ്റ് കൊടുക്കണം. ദെൻ സിയുടെ കേസ് വരുമ്പോൾ 9,400 പ്ലസ് 3,000 മൈനസ് 300 ഈക്വൽ ടു 12,100 രൂപ. ദെൻ അപ്പോൾ നമ്മൾ ആക്ച്വലി ക്രെഡിറ്റ് എത്രയാണ് കൊടുത്തത്? നേരത്തെ നമ്മൾ കൊടുത്ത ക്രെഡിറ്റ് 36,000 രൂപ. നേരത്തെ നമ്മൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തത് 36,000 രൂപ എക്കും 12,000 രൂപ ബിക്കും 12,000 രൂപ സിക്കും. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ഷെയറായി ക്രെഡിറ്റ് ചെയ്തത് 36,000, 12,000, 12,000 അഥവാ 6,000 ഇൻ ദ റേഷ്യോ ഓഫ് 3:1:1. ദെൻ അപ്പോൾ നമ്മൾ ഇനി നെറ്റ് എത്രയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? നെറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഈക്വൽ ടു, ഇവിടെ നോക്കാം, എയുടെ കേസിൽ എക്ക് 36,000 രൂപ ക്രെഡിറ്റ് നമ്മൾ ആൾറെഡി കൊടുത്തു കഴിഞ്ഞതാണ്. പക്ഷേ എത്രയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്? ടോട്ടൽ 33,500 രൂപ. അഥവാ എത്ര രൂപ കൂടുതലുണ്ട്? 36,000 മൈനസ് 33,500 ഈക്വൽ ടു 2,500 ഡെബിറ്റ് ചെയ്യണം. എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്ന അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട്? ഇയാൾക്ക് 36,000 രൂപ ക്രെഡിറ്റ് കൊടുത്തു, കൊടുക്കേണ്ടിയിരുന്നത് 33,500 രൂപയുള്ളൂ. അഥവാ അധികമായിട്ട് 2,500 രൂപ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2,500 രൂപ മൈനസ് ചെയ്യുക അഥവാ ഡെബിറ്റ് ചെയ്യുക. ദെൻ ഇവിടെ ഈ കേസിൽ ബിയുടെ കേസിൽ ബിക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന രീതിയിൽ ക്രെഡിറ്റ് ചെയ്തത് 12,000 രൂപ. പക്ഷേ കൊടുക്കേണ്ടത് എത്രയാണ്? 14,400 രൂപ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഇയാൾക്ക് വീണ്ടും 2,400 രൂപ ക്രെഡിറ്റ് കൊടുക്കണം. ദെൻ സിയുടെ കേസ് വരുമ്പോൾ ഇയാൾക്ക് നമ്മൾ ആക്ച്വലി കൊടുത്തത് 12,000 രൂപ, പക്ഷേ കൊടുക്കേണ്ടിയിരുന്നത് 12,100 രൂപ. നെറ്റ് എഫക്റ്റ് 100 രൂപ കൂടി നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. ദെൻ ഇതിൻ്റെ ജേണൽ എൻട്രി, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി അപ്പോൾ എന്തായിരിക്കും? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2,500, ടു ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2,400, ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 100. അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഒമിഷൻസ്. അഡ്ജസ്റ്റ്മെൻറ്റ് ജേണൽ എൻട്രി ആണ് നമ്മളിപ്പോൾ എഴുതിയത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ട ജേണൽ എൻട്രി, ഇതാണ് ഇതിൻ്റെ ആൻസർ. ആ ആൻസർ കണ്ടെത്താനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒമിഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ടാണ്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് എഫക്റ്റ് ഓഫ് ഒമിഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒമിഷൻസ് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.